നമസ്തേ. നമുക്ക് സ്വരസന്ധിയിലെ അയാദി സന്ധിയുടെ നാലാമത്തെ ഗ്രൂപ്പ് നമുക്ക് നോക്കാം. ഔ കഴിഞ്ഞ് ഔ അല്ലാത്ത സ്വരം അന്യസ്വരം വരികയാണെങ്കിൽ ഈ ഔ എന്നുള്ളത് ആവ് ആയി മാറും. ഒന്നാമത്തെ പദം ഇത്, രണ്ടാമത്തെ പദം. അപ്പോൾ ഒന്നാമത്തെ പദത്തിൻ്റെ അവസാനം ഔ, രണ്ടാമത്തെ പദത്തിൻ്റെ തുടക്കത്തിൽ ഔ അല്ലാത്ത അന്യസ്വരം വരികയാണെങ്കിൽ ഈ ഔ ആവാകും. ഈ അന്യസ്വരം അങ്ങനെ തന്നെ അന്യസ്വരം മാറ്റമില്ലാതെ നിൽക്കുന്നു. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഈ ഉദാഹരണവും അന്തസന്ധിയുടെ ഉദാഹരണമാണ്. ഒരു പദത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന സന്ധി. അഗ്നിക്ക് ഒരു പേരുണ്ട്, പാവകഹ. ശുദ്ധീകരിക്കുന്നത്, എന്തിട്ടാലും ശുദ്ധീകരിക്കും. അത് മാത്രമല്ല, ഒന്നും പോരാ പറയില്ല, എത്ര കൊടുത്താലും അത് സ്വീകരിച്ചോളും. പാവകഹ. അപ്പോൾ ഈ പാവകഹ എന്ന പദം വരുന്നതിൻ്റെ പിന്നിൽ രണ്ട് പദങ്ങൾ ചേരുന്നു, പൗ പ്ലസ് അകഹ. പൗ പിരിക്കുമ്പോൾ പ് പ്ലസ് ഔ പ്ലസ് അകഹ. ഇനി ഇവിടെ നമ്മുടെ റൂൾ അനുസരിച്ച് ഔ ഇതവിടെ വരുന്നുണ്ട്. ഔ കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരം ആ ആണ്, അന്യസ്വരമാണ്. ഔ അല്ലാത്ത അന്യസ്വരമായതുകൊണ്ട് ഈ ഔ എന്നുള്ളത് ആവ് ആയി മാറും. അപ്പോൾ പ് പ്ലസ് ഔവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആവ് എന്ന് എഴുതുകയാണ്. പ്ലസ് ഇവിടെ മാറ്റമൊന്നും വരുന്നില്ല, അതുകൊണ്ട് അകഹ. അപ്പോൾ പ് പ്ലസ് ആ പാ എന്ന് വരുന്നു. പാ, ഈ വ് നമ്മൾ അങ്ങനെ എഴുതുകയാണ്, പ്ലസ് അകഹ. ഇനി വ് പ്ലസ് ആ വ ആയി മാറും. അപ്പോൾ ഇവിടെ പാ വ കഹ. ഔവിനെ സംബന്ധമായിട്ടുള്ള ഒരു ഉദാഹരണം. ഇനി വേറൊരു ഉദാഹരണം, നാവികഹ. ബോട്ട്മാൻ, വഞ്ചി അല്ലെങ്കിൽ തോണി ഇത് ചെയ്യുന്നത്, തുഴയുന്ന ആളിനാണ് നമ്മൾ നാവികഹ എന്ന് പറയുന്നത്. അപ്പം നാവികഹ എന്ന പദത്തിൻ്റെ ഉള്ളിൽ നടന്ന ഒരു സന്ധിയാണ് നൗ പ്ലസ് ഇകഹ. നൗ എന്നുള്ളത് ന പ്ലസ് ഔ എന്നാണ്. ഇകഹ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഔ കഴിഞ്ഞിട്ട് ഔ അല്ലാത്ത ഒരു ഇ എന്നുള്ള അക്ഷരം സ്വരം ആയതുകൊണ്ട് നമ്മുടെ സന്ധി നിയമം അനുസരിച്ച് ഈ ഔ എന്നുള്ളത് ആവ് ആയി മാറും. അപ്പോൾ ന പ്ലസ് ആവ് പ്ലസ് ഇകഹ. ന പ്ലസ് ആ നാ, അപ്പോൾ നാവ് പ്ലസ് ഇകഹ. ഇവിടെ വ് വരുന്നുണ്ട്, ഈ വരുന്നുണ്ട്. വ് പ്ലസ് ഇ വി എന്ന് വരും. അപ്പോൾ നാ വി കഹ, നാവികഹ. അപ്പം ഇത് അയാദി സന്ധിയുടെ നാലാമത്തെ നിയമം. അപ്പം ഇതോടുകൂടി അയാദി സന്ധി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുതൽ സ്വരസന്ധിയുടെ അടുത്ത ഗ്രൂപ്പിലേക്ക് കടക്കാം. ഇപ്പം സ്വരസന്ധിയുടെ നമ്മൾ 5 ഗ്രൂപ്പുകൾ കണ്ടു. ഇനി കാണാൻ പോകുന്നത് 6ാമത്തെ തരം സന്ധിയാണ്. ഈ സന്ധിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്വരസന്ധിയുടെ അവസാനം നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ചേർന്നിട്ട് ഒരു സമ്മറി ആയിട്ട് കാണും. പിന്നെ ഒരുപാട് ശാസ്ത്രങ്ങളിൽ നിന്നുള്ള ഉദാഹരണവും നമുക്ക് നോക്കാം.